ഈ ഒരു കേസ് നടക്കുന്നത് ലക്നൌവിലാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു ഇത്. ലക്നൗ പോലീസ് എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഈ ഒരു കേസ് അവരെ കൊണ്ട് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. എന്നാൽ അതിനുശേഷം വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ശക്തി ഈ ഒരു കേസ് തെളിയിച്ച രീതിയിലാണ് ഈ ഒരു കേസിൻ്റെ കിടപ്പുവശം. അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഇന്ന് നമ്മൾ പറയുന്നത് റൂബി എന്ന സ്ത്രീയുടെ കഥയാണ്. ഒരു പാവപ്പെട്ട ഫാമിലിയിലായിരുന്നു റൂബി ജനിച്ചു വളർന്നത്. പിന്നീട് വിവാഹപ്രായമൊക്കെ ആയപ്പോൾ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം 2 കുട്ടികളും ഉണ്ടായി. എന്നാൽ ഹസ്ബൻഡുമായിട്ട് ഡെയിലി പ്രശ്നങ്ങളായിരുന്നു. ആളിത്തിരി കള്ളുകൂടിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് മരണപ്പെടുകയാണ്. പിന്നീട് വീണ്ടും ഇവർ ഒറ്റക്കാവുകയാണ്. അങ്ങനെ ഇവർ സ്വന്തം വീട്ടിലോട്ട് 2 മക്കളുമായിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അമ്മയും മകളും 2 മക്കളും ആ ഒരു വീട്ടിലിങ്ങനെ താമസിക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മക്ക് മോളും മോൾക്ക് അമ്മയും അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ റൂബിയുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, ഒരു താന്ത്രിക്. അപ്പോൾ ആളെ കാണാനായിട്ട് റൂബി പോവാണ്. ആ ഗ്രാമത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങളുള്ള ആളുകളെല്ലാം തന്നെ സൊല്യൂഷന് വേണ്ടിയിട്ട് ആളുടെ അടുത്ത് പോകുന്നത് പതിവായിരുന്നു. അപ്പോൾ റൂബിയും അങ്ങനെ പോവുകയാണ്. സ്ഥിരമായിട്ട് ആളെ കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ചെറിയ സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് വിശ്വാസവും കൂടി കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാനും തുടങ്ങി. ആകപ്പാടെ കഷ്ടപ്പാടാണ്, ഒറ്റക്കുള്ള ജീവിതം, 2 കുട്ടികൾ, ആകെ ദാരിദ്ര്യം. ആ ഒരു സിറ്റുവേഷനിൽ ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ അവർ സ്ഥിരമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ആഴ്ചയിൽ ഒരു 2-3 തവണ അങ്ങോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. മിക്കവാറും റൂബി ഒറ്റക്കായിരുന്നു ആ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ അമ്മയും കൂടെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ 2020 അപ്പോൾ കർവാചൗത്തിൻ്റെ സമയമായിരുന്നു അത്. ഈ ഒരു കർവാചൗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആചാരമാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഭാര്യമാർ വ്രതെടുക്കും. അവരുടെ ദീർഘായുസിനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വ്രതമൊക്കെ എടുക്കാറുള്ളത്. റൂബിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂബിക്ക് ഹസ്ബൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവർ വ്രതമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്നൊരു ഈവനിങ് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ റൂബി അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ ആ ഒരു താന്ത്രിക്കിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഓക്കേം പറഞ്ഞു. പലപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു താന്ത്രികനെ കാണാനായിട്ട് റൂബി പോകാറുള്ളതായിരുന്നു. ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തിരിച്ചു വരുന്നതാണ്. എന്നാൽ അന്നത്തെ ദിവസം റൂബി പറഞ്ഞ സമയമായിട്ടും തിരിച്ചെത്തിയില്ല. റൂബിയുടെ സ്വഭാവം അങ്ങനെയല്ല. കറക്റ്റായിട്ട് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ തന്നെ വീട്ടിൽ വരുന്ന ഒരാളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മ ചെറുതായിട്ട് ഇങ്ങനെ പേടിച്ചു തുടങ്ങി. മകൾ എവിടെ പോയി, എന്താണ് സംഭവം എന്നുള്ളത് അറിയാനായിട്ട് അവർ വീട്ടിൽ നിന്നിറങ്ങി ആ ഒരു മന്ത്രവാദിയുടെ അടുത്തോട്ട് പോവുകയാണ്. തൻ്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ഭയത്തോട് കൂടിയിട്ടായിരുന്നു ഈ അമ്മ അങ്ങോട്ട് പോയത്. കാരണം മുൻപൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. നേരെ മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളും റൂബിൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, റൂബിനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് അവർക്കൊക്കെ റൂബിനൊക്കെ അറിയായിരുന്നു, കുറച്ച് ആളുകൾക്ക്. അപ്പോൾ ഇത് വന്നപ്പോൾ ഈ അമ്മ ചിന്തിച്ചത് ഇനിയിപ്പോൾ റൂബി എൻ്റെ അടുത്ത് നുണ പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്നുള്ള തരത്തിലായിരുന്നു. അങ്ങനെ ആ അമ്മ റൂബി എന്ന് പറയുന്ന മകളെ അന്വേഷിച്ച് നടക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കി പല ആളുകളോടും ചോദിച്ചു. പലരും റൂബിയെ അന്വേഷിച്ച് നടക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അവർക്കൊന്നും തന്നെ റൂബി എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസമായി. ആ ഒരു സമയത്ത് റൂബിയുടെ അമ്മ നേരെ തന്നെ ആ ഒരു താന്ത്രിക്കിൻ്റെ അടുത്ത് പോയിട്ട് മകൾ എവിടെ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇങ്ങോട്ട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു മകൾ എന്തായാലും തിരിച്ചു വരും എന്നുള്ള തരത്തിൽ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. എന്നാൽ 4-ാമത്തെ ദിവസമായിട്ടും മകൾ തിരിച്ചെത്തിയില്ല. അപ്പോഴത്തേനും കാര്യത്തിൻ്റെ ഒരു ഗൗരവവും കാര്യങ്ങളും അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അവർ നേരെ ലക്നൌവിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. പോലീസ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആദ്യം തന്നെ റൂബിയുടെ അമ്മയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അതായത് നിങ്ങളുടെ വീട് എവിടെയാണ്, എന്ത് ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ റൂബിക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. പിന്നെ അവർ സ്ഥിരമായിട്ട് പോകുന്ന വല്ല സ്ഥലങ്ങളുണ്ടോ, അങ്ങനെയുള്ള എല്ലാം തന്നെ ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു താന്ത്രികിനെ കാണാനായിട്ട് സ്ഥിരമായിട്ട് റൂബി പോകാറുള്ളതായിട്ടും അന്നത്തെ ദിവസം അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പോലീസിനോട് പറയാണ്. പോലീസുകാർ നേരെ തന്നെ ആ ഒരു താന്ത്രികിൻ്റെ അടുത്തെത്തി. എന്നിട്ട് റൂബിയുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ
റൂബി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു ആള് പറഞ്ഞത്. അതായത് റൂബി സാധാരണഗതിയിൽ അവിടെ വരാറുള്ള ഒരു സ്ത്രീയാണ്, എന്നാൽ ആ പറയുന്ന ദിവസം അവർ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു താന്ത്രിക്ക് തറപ്പിച്ച് പറയുകയാണ്. പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നിയെങ്കിലും എന്തൊക്കെയോ ഒരു സത്യം അയാൾ പറയുന്നതിലുള്ളൊരു ഫീൽ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ റൂബിയുടെ കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പോലീസുകാരെടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ 2 നമ്പറുകളിലോട്ട് അവർ ഫ്രീക്വൻ്റ് ആയിട്ട് കോളുകൾ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുകയാണ്. അതിലൊന്ന് ഈ ഒരു താന്ത്രിക്കിൻ്റെ നമ്പർ തന്നെയായിരുന്നു. പിന്നെ വേറൊരാളുമായിട്ടും ഇതേപോലെ തന്നെ ഡെയിലി ബേസിസിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവരെ 2 പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. പലതരത്തിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു, 3-ാം മുറ പ്രയോഗിച്ചു, അടിച്ച് ചതച്ച് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇവർ 2 പേരുടെ വായിൽ നിന്നും ഒന്നും തന്നെ വന്നില്ല. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ നിരപരാധികളാണെന്നുള്ള തരത്തിലായിരുന്നു ഇവർ 2 പേരും തന്നെ പറഞ്ഞത്. അങ്ങനെ ഇവരെ 2 പേരെയും കുറച്ച് ദിവസം കസ്റ്റഡിയിൽ വെച്ചു. എന്നാലും ഈ ഒരു കേസിൽ വേറൊരു ക്ലൂവോ അല്ലാന്നുണ്ടെങ്കിൽ ഫർദർ ഡെവലപ്മെൻറ്റോ ഒന്നും തന്നെ നടക്കാത്തത് കൊണ്ട് അവരെ വിട്ടയക്കുകയായിരുന്നു. എന്നാലും പോലീസുകാർ അവരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. പോലീസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ യാതൊരു ക്ലൂവും ലഭിച്ചില്ല. അപ്പോൾ സമയം പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു കേസും പതിയെ മങ്ങി പോവാണ്. പോലീസുകാർ എന്താ പറയുക, ആ ഒരു കേസിലുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതായത് ഒരു പോലീസ് സ്റ്റേഷനാണ്, ഒരുപാടധികം കേസുകളും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഈ ഒരു കേസ് അവരെങ്ങനെ അന്വേഷിച്ചിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള തുമ്പും കിട്ടുന്നില്ല. റൂബി എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു കേസ് എത്തുകയായിരുന്നു. ആകെപ്പാടെ ഇടയ്ക്കിടയ്ക്ക് റൂബിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലോട്ട് വരും. എന്നിട്ട് മകളെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പോലീസുകാർ പറയും ആ ഒരു കേസ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയും. ഈ അമ്മയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂബിയുടെ 2 മക്കളെയും ആ അമ്മയായിരുന്നു നോക്കിയിരുന്നത്. അച്ഛനും ഇല്ല അമ്മയില്ലാത്ത 2 ചെറിയ മക്കൾ. ഈ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ പ്രായമായും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരൊരുപാടധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ മകൾ എവിടെ പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അതായത് ഒരു 5-6 മാസവും കഴിഞ്ഞു. 2021 ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലോട്ട് ഒരാൾ വരികയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഇയാളെന്താണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളൊരു ഇത് പോലീസിൻ്റെ മനസ്സിലുണ്ടായി. കാരണം ഈ റൂബി സംസാരിച്ചിരുന്ന 2 ആളുകളുണ്ടല്ലോ, ഈ ഒരു താന്ത്രിക്കും അതുപോലെ തന്നെ വേറൊരാളും, ആ 2ാമത്തെ ആളായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത്. അപ്പോൾ അവനായിരുന്നു ആളുടെ പേര്. ഏകദേശം 30ഓളം വയസ്സ് ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു. പോലീസുകാർ അയാൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വെപ്രാളം ആളുടെ മുഖത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾക്കൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്തൊക്കെയോ പറയണമെന്ന് ആൾക്കുണ്ടായിരുന്നു. ആളാകെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞത്, ഞാനാണ് റൂബിനെ കൊന്നത്, എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യ്, ഞാനാണത് ചെയ്തതെന്നുള്ളത് അയാളിങ്ങനെ പറയുകയാണ്. അപ്പോൾ പോലീസിന് എന്തൊക്കെയോ ഒരു ഇത് തോന്നുകയാണ്. ഇയാൾ പെട്ടെന്നുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്? അതായത് ഇതിന് മുൻപ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, പല തവണ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, പല തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. എന്നിട്ടൊന്നും ആൾ വാ തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ആൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ട് പറയാണ്, ഞാനാണ് റൂബിനെ കൊന്നതെന്ന്. പോലീസ് നോക്കുന്ന സമയത്ത് ആള് സ്വബോധത്തിലാണെന്ന് പോലീസിന് തോന്നിയില്ല. ആളാകെപ്പാടെ പേടിച്ച് വിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തിയതുപോലുള്ളൊരു ഫീല് പോലീസിന് തോന്നുകയാണ്. അപ്പോൾ പോലീസുകാർ ആളോട് ചോദിച്ചു, നീ നിൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണോ ഈ ഒരു കാര്യം കൺഫേസ് ചെയ്യുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പോലീസിനോട് പറഞ്ഞു, ഇല്ലില്ല, വേറെ ആരും എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്ത കാര്യം ഞാൻ തന്നെ ഇവിടെ ഏറ്റു പറയാണ്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം, ഞാൻ തന്നെയാണ് റൂബിനെ കൊന്നതെന്നുള്ളത് ആൾ പറയാണ്. അപ്പോൾ ആളോട് പറഞ്ഞു, അവിടെ ഇരിക്കുക, സമാധാനമായിട്ട് ഇരുന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് പറഞ്ഞു. അതായത് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, നീ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നുള്ളൊരു നിലക്ക് പോലീസുകാർ പറയുകയാണ്. അങ്ങനെ അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ആളപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചത്തു എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർ എന്താ സീൻ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ പിന്നെ ഇങ്ങനെ പുലമ്പൊന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് റൂബി എന്നെ വെറുതെ വിട്ടിട്ടില്ല, റൂബിയുടെ പ്രേതം എന്നും എന്നെ ഡെയിലി വന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവളുടെ പ്രേതം വന്ന് എന്നെ കൊല്ലും, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വല്ല പ്രാന്തനായി മാറും എന്നുള്ള കാര്യമായിരുന്നു അയാൾ പറഞ്ഞത്. ആദ്യം ഞാൻ കരുതി ഇതെൻ്റെ തോന്നലായിരിക്കുമെന്ന്, പിന്നീട് ഇത് മാറുമെന്ന് വിചാരിച്ചു. എന്നാൽ ഇതൊന്നും തന്നെ മാറിയില്ല. പിന്നെയും ഈ ഒരു റൂബിയുടെ ആത്മാവ് വന്നിട്ട് എന്നെ ഇങ്ങനെ ആകെപ്പാടെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു പിടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഓക്കെ, ഇതൊക്കെ ശരി തന്നെ, എന്താണ് സംഭവിച്ചെന്നുള്ളത് അയാളോട് വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ അയാൾ കഥ പറയാൻ തുടങ്ങി. റൂബി താമസിച്ചിരുന്ന നൈബർഹുഡിൽ തന്നെയായിരുന്നു ഈ ഒരു പവനും താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് അവരിടക്കിടക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവർ തമ്മിൽ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ്. പിന്നീട് അവർ പ്രണയത്തിലാകുകയും ചെയ്തു.
അപ്പോൾ ഇവരുടെ പ്രണയം ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. റൂബിക്കാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെ കല്യാണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് റൂബി എത്താണ്. ഇയാളാണെന്നുണ്ടെങ്കിലും റൂബിയെ കല്യാണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടൊക്കെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കർവാ ചൗത്ത് വരുന്നത്. ആ ഒരു ടൈമിൽ ഇയാൾ റൂബിയുടെ അടുത്ത് വ്രതം എടുക്കാനായിട്ട് പറയുകയാണ്. എന്നാൽ റൂബി പറഞ്ഞു, എന്തായാലും നമ്മളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആ വ്രതമൊക്കെ എടുക്കുക, എന്തായാലും ഞാൻ ഇത്തവണ വ്രതം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഓക്കെ, എന്നാൽ നീ വ്രതം എടുക്കണ്ട, ഇന്ന് വൈകുന്നേരം എന്നെ കാണാനെങ്കിലും വരുമെന്ന് ചോദിച്ചു. അതിന് റൂബി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇയാളെ കാണാനായിട്ട് റൂബി ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. ഇതിനു മുൻപും ഈ ഒരു സ്ഥിരമായിട്ട് കാണുന്നത് സംസാരിക്കുന്നതൊക്കെ പതിവായിരുന്നു കേട്ടോ. അതേപോലെ തന്നെയാണ് അന്നത്തെ ദിവസവും റൂബി ആളുടെ വീട്ടിലോട്ട് പോയത്. അങ്ങനെ അവർ സംസാരിച്ചു. അതിനുശേഷം ഇയാൾ റൂബിയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് നീ എന്തായാലും ഇവിടെ നിൽക്ക്, രാത്രി നമുക്കിന്ന് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇവിടെ കഴിയാം, നാളെ രാവിലെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ റൂബി പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല, ഞാനിതിന് റെഡിയല്ല, കല്യാണം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ എന്തായാലും പോവാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ 2 കുട്ടികൾ എൻ്റെ കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് പോകാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും റൂബി അതിന് കൂട്ടാക്കിയില്ല. അവസാനം ഇയാൾ അകപ്പടെ പ്രാന്ത് പിടിച്ചിട്ട് കയ്യിൽ കിട്ടിയ എന്താ പറയുക ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് റൂബിയുടെ തലക്കൊരു അടി കൊടുക്കുകയാണ്. ഇയാൾ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക ഹൈ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇയാൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്നാണ് ആൾ പറയുന്നത്. ആ ഒരു അടി അടിച്ചതിന് ശേഷം ആൾ നോക്കുന്ന സമയത്ത് റൂബി അങ്ങനെ നിലത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. തലേന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആൾ ചിന്തിക്കുന്നത് താൻ എന്ത് പാതകമാണ് ചെയ്തതെന്നുള്ളത്. അതായത് ആ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ അവസാനം ആ ഒരു സ്ത്രീയെ കൊല്ലുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ആളങ്ങനെ പകച്ചു നിന്നു. അപ്പോൾ അടുത്തതായിട്ട് അയാൾക്കുള്ള പേടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനി പോലീസ് പിടിക്കാതെ നോക്കണം. അപ്പോൾ പോലീസ് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബോഡി എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ ആലോചിക്കുകയാണ്. അപ്പോഴാണ് അയാൾക്കൊരു ഐഡിയ വരുന്നത്, ഈ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടാലോ എന്നുള്ളത്. അങ്ങനെ ആ ഒരു വീടിൻ്റെ അകത്ത് ഒരു കുഴി തോണ്ടി ആ സ്ത്രീയുടെ ബോഡി അവിടെ അയാൾ മറവ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ആൾ നടന്നു. ആൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരൊന്നും ആളുടെ അടുത്തോട്ട് എത്തില്ല എന്നുള്ളത്. കാരണം ഈ ഒരു റൂബിയും ആളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വേറെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ റൂബി സ്ഥിരമായിട്ട് മന്ത്രവാദിനെ കാണാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയായിരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും സംശയം മന്ത്രവാദിയുടെ നേരെയോട്ട് തിരിയും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇയാൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇയാളൊന്നും പറയാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോഡി കിട്ടാതെ പോലീസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്രയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും ഇയാൾ ഒന്നും തന്നെ പറയാതിരുന്നത്. പിന്നീട് ഇയാൾ തിരിച്ച് വീട്ടിൽ പോയി എല്ലാം പീസായിട്ട് പോകുന്നുണ്ടെന്നാണ് ആൾ വിചാരിച്ചത്. എന്നാൽ എന്താ പറയുക, ആളുടെ തോന്നലുകളായിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആൾക്ക് റൂബിയുടെ പ്രസൻസ് ഫീൽ ചെയ്യാണ്. സ്ഥിരം റൂബി അയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആൾക്ക് തോന്നുകയാണ്. ആരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് റൂബിയുടെ ഫേസ് ആയിട്ട് തോന്നുകയാണ്. അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് റൂബിയുടെ ഓർമ്മ വരികയാണ്. അങ്ങനെ ആൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതായത് ആൾ പറയുന്നത് റൂബിയുടെ ആത്മാവ് വന്നിട്ട് അയാൾ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിൽ ഒന്നില്ലെങ്കിൽ ചത്തുപോകില്ല എന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളൊരു അവസ്ഥ ആയപ്പോഴാണ് ആൾ നേരെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് ഇക്കാര്യം പറഞ്ഞതെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ഒരു 6 മാസമായിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആൾ ഉറങ്ങിയിരുന്ന സമയത്ത് ഉറങ്ങിയിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളുടിച്ച് ബോധം പോയിട്ടായിരുന്നു ആൾ ഉറങ്ങിയിരുന്നതെന്നാണ് ആൾ പറയുന്നത്. ഈ പാവം പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാനീ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ല, എൻ്റെ വീട്ടിലോട്ട് പോകാൻ, ഞാൻ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിനെയും വിളിച്ച ആളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം പോലീസുകാർ അവിടെ കുഴി തോണ്ടി നോക്കിയപ്പോൾ അവിടെ നിന്നൊരു സ്കെലിട്ടൻ കിട്ടി. അപ്പോഴത്തേനും ഇത്രയും സമയമായിട്ടുണ്ടായിരുന്നല്ലോ, ബോഡിയൊക്കെ കംപ്ലീറ്റ് ഡീകമ്പോസ് ആയിട്ട് സ്കെലിട്ടൻ മാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കെലിറ്റനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൂബിയുടെ അമ്മയെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ കയ്യിലുള്ള ഒരു വളയും അതുപോലെ തന്നെ അവരുടെ ഇടത്തെ കാലിൽ ഒരു സർജറി നടത്തിയിട്ടൊരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അത് രണ്ടും വെച്ചുകൊണ്ട് അത് തങ്ങളുടെ മകളുടെ ബോഡിയാണെന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്യാണ്. എന്നാലും ഈ DNA റിസൾട്ടും കാര്യങ്ങളൊക്കെ പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് റൂബിയാണെന്നുള്ളത് 100% ഉറപ്പാവുകയും ചെയ്തു. അങ്ങനെ പവൻ ജയിലിലുമായി. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൃത്യം അയാൾ ചെയ്തത്, അല്ലേ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ദേഷ്യം ആൾക്ക് ആ ഒരു സമയത്ത് തോന്നിയില്ലായിരുന്നുവെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പറഞ്ഞതുപോലെ അയാൾ എന്താ പറയുക പെരുമാറിയിരുന്നുവെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള യാതൊരു ക്രൈമും നടക്കില്ലായിരുന്നു. പിന്നീട് ഈ പ്രേതോഭൂതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ തോന്നലായിരിക്കാം, അതൊന്നും നമുക്കറിയാത്തൊരു കാര്യമാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ആ ഒരു കേസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.